ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രമിന്റെ അടുത്ത് വേദ പറയും, അന്ന് വിക്രമിനോട് വഴക്കിട്ടതും മലയ്ക്ക് പോയി വരുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങോട്ട് പോന്നതും അതുപോലെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചതും ഒരാൾക്ക് വേണ്ടിയായിരുന്നോ? വിക്രം പറയും, മനസ്സിലായില്ല. വിക്രമിന്റെ അല്ല, നമ്മുടെ അച്ഛന്റെ ജീവന് വേണ്ടി. വിക്രം ഞെട്ടും. വേദ പറയും, എല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നു. കൂട്ടത്തിൽ എനിക്കും പങ്കെടുക്കേണ്ടി വന്നു, അല്ലാണ്ട് നിവർത്തിയില്ലായിരുന്നു. ഒരു തരത്തിലും മാറി ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കുടുങ്ങിപ്പോയി. വിക്രം പറയും, വ്യക്തമായിട്ട് പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് ശുചീന്ദ്രത്ത് വെച്ച് അച്ഛനെ കടത്തി കൊണ്ടുപോയില്ലേ, അവര് എന്റെ മുന്നിൽ നടത്തിയ ഡിമാൻഡായിരുന്നു അത്. അച്ഛൻ മരിക്കാതെ തിരിച്ചെത്തണമെങ്കിൽ ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ച് തിരിച്ചിങ്ങോട്ട് എത്തണം. അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടോ വിക്രമിനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ല. അവരുടെ ആർത്തി കാരണം ഞാൻ മൂലം വിക്രമിന് ഒരുപക്ഷെ നമുക്കുണ്ടാകാൻ പോകുന്ന, കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ആദ്യ കൊണ്ട്. വിക്രം ചോദിക്കും, സൗഭാഗ്യോ? വേദ പറയും, അതെ. എന്റെ ചേട്ടൻ നോക്കി നടത്തുന്ന മുഴുവൻ സ്ഥാപനങ്ങളും എന്റെ അച്ചാച്ചൻ ഒറ്റയ്ക്ക് തുടങ്ങിയതാണ്. തറവാട് വക സ്വത്തുക്കൾ വീതം വെച്ച് എല്ലാവർക്കും നൽകിയപ്പോ ബിസിനസ് കാര്യങ്ങളിലും മാത്രം മറ്റൊരു മുദ്രപത്രം എഴുതി ആ സ്ഥാപനങ്ങളുടെ മുഴുവൻ അധികാരാവകാശങ്ങളും മുത്തശ്ശൻ എന്റെ പേരിൽ എഴുതി വെച്ചു. എനിക്ക് ശേഷം എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്കായിരിക്കും അതിന്റെ അവകാശമെന്ന് മുത്തച്ഛൻ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ അതൊരിക്കലും ഒറ്റയ്ക്ക് സ്വന്താക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ദീപ്തിക്കും ശ്രീകാന്തേട്ടനുമായിട്ട് പങ്കുവെക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ ശ്രീകാന്തേട്ടൻ അത് ഒറ്റയ്ക്ക് വേണമായിരുന്നു. കൂടെ നിന്നത് ചന്ദ്രശേഖരൻ അങ്കിളായിരുന്നു. ദർശനമായിട്ടുള്ള വിവാഹം പ്ലാൻ ചെയ്ത് തന്നെ സ്വത്തുക്കൾ അവരുടെ കുടുംബത്തിൽ എത്താൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കോ ദർശനോ അങ്ങനെ ഒരു പ്ലാൻ അവർക്കുണ്ടെന്ന് അറിയില്ലായിരുന്നു. ശുചീന്ദ്രത്ത് വെച്ച് അച്ഛനെ കാണാത്തതിന് ശേഷം എനിക്ക് അവരുടെ പ്ലാൻ വ്യക്തമായി മനസ്സിലായത്. അതും ഒരു ദിവസം അവരെന്നെ ബലമായി പിടിച്ചോണ്ട് പോയി ബോധ്യപ്പെടുത്തി തന്നപ്പോ വിക്രം ഞെട്ടും. ബലമായി? വേദ കട്ടിൽ എഴുന്നേൽക്ക, എന്നിട്ട് പറയും, അതെ. ഒരു ദിവസം ഓഫീസ് വിട്ട് വരുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വേദയെ ശ്രീകാന്തും ചന്ദ്രശേഖരനും തട്ടിക്കൊണ്ടു പോയതും പിന്നെ മാഷ് തട്ടിക്കൊണ്ടുപോയ ആ വീഡിയോ കാണിച്ചതും, നീ വീട്ടിലെത്തിയാലേ സുധാകരൻ മാഷ് ജീവനോട് തിരികെ എത്തും, അല്ലെങ്കിൽ നീ ഇതാരോടെങ്കിലും പറഞ്ഞാലോ, നീ സമ്മതിച്ചിട്ടില്ലെങ്കിലോ അപ്പോഴും മാഷ് തിരികെ എത്തും, പക്ഷേ കടപ്പുറത്ത് അഴകിയ നിലയിലാണെന്ന് മാത്രം. ഇതെല്ലാം കേട്ട് വിക്രം അങ്ങ് ഷോക്കാവും. ഓഹോ, അപ്പൊ ഇതെല്ലാം നിന്റെ ചേട്ടന്റെ നാടകമായിരുന്നല്ലേ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോ വേദയ്ക്കും എങ്ങോട്ടാ ചാടി പുറപ്പെടുന്നേ? വിക്രം പറയും, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുമോ? വേദയ്ക്കും ഈ രാത്രി സമയത്തോ? അതും എന്റെ മുറിയിൽ ഒളിച്ചു താമസിക്കുന്ന വിക്രം, ഇതിനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടണമായിരുന്നോ എന്ന് പറഞ്ഞ് വിക്രമിന്റെ തോളിൽ കൈവച്ചിട്ട് വേദ പറയും, നാളെ പുളിക്കൽ വാസവന്റെ മുന്നിലെ സത്യം തുറന്നു പറയുന്നതോടെ വിക്രം കുറ്റവാളി അല്ലാതാവും. അതിനുശേഷം ആ യഥാർത്ഥ പ്രതിക്കെതിരെയും എനിക്ക് അവകാശമുള്ള കമ്പനികൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് അതിനെതിരെ ശ്രീകാന്തേട്ടനെതിരെയും നമുക്ക് നിയമപരമായിട്ട് മൂവ് ചെയ്യാം. ഒരു ദിവസം ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, അങ്ങേരി ഇരിക്കുന്ന കസേരയിൽ വിക്രം കയറിയിരിക്കുന്നു, അത് നടക്കുക തന്നെ ചെയ്യും എന്ന് വിരൽ ചൂണ്ടി പറയുമ്പോ വിക്രം പറയും, എനിക്ക് അത്ര ആഗ്രഹങ്ങളൊന്നുമില്ല വേദ. വേദ പറയും, പക്ഷെ എനിക്കുണ്ട് വിക്രം, നമ്മുടെ കുഞ്ഞുങ്ങൾ. അങ്ങനെ ഒരു ലോകം ഞാനിപ്പോ സ്വപ്നം കാണാൻ തുടങ്ങി വിക്രം. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് ആ സ്വപ്നം ഇല്ലാണ്ടാക്കരുത്, പ്ലീസ്. എന്നെ അനുസരിക്കില്ലേ എന്ന് വേദ വിക്രമിന്റെ കൈ പിടിച്ച് ചോദിക്കുമ്പോൾ വിക്രം വേദയെ ചേർത്ത് പിടിക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പുളിക്കലിന്റെ കാണാനായിട്ട് വാസവൻ അവിടെ എത്തിയിരിക്കട്ടോ. ആ ജോൺസണും അതുപോലെ ജോസഫും കൂടെയാണ് ആ വീട്ടിലേക്ക് വരണത്. ഈ സമയത്തായിരിക്കും അനിയൻകുട്ടൻ കളഞ്ഞ ഭക്ഷണം കാണുന്നത്. ജോസഫ്, ഇതെന്താ ഭക്ഷണമൊക്കെ വഴി കളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്തേക്ക് കയറുമ്പോൾ തന്നെ ചോരപ്പാട് കാണും. അപ്പം തന്നെ ഇവർ ആകെ ഭയക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്ന് പറഞ്ഞാലേ വാസവനും ജോസഫും. അങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ ഉണ്ടാവും പുളിക്കൽ മറിഞ്ഞു കിടക്കുന്നത്. നോക്കുമ്പോൾ പുളിക്കലിനെ ആരോ കുത്തിക്കൊന്നിരിക്കുന്നു. ഇത് കണ്ട് ഇവർ ഷോക്കാവും. ജോസഫ് അനിയൻകുട്ട എന്ന് വിളിച്ച് അനിയൻകുട്ടനെ തെരഞ്ഞു നടക്കണം അവിടേക്ക്. അങ്ങനെ അനിയൻകുട്ടനെ പുറത്തൊക്കെ ഇങ്ങനെ വിളിച്ച് നടക്കുന്നത് അനിയൻകുട്ടൻ കേൾക്കുന്നുണ്ട്. അനിയൻകുട്ടനാണെങ്കിൽ കൊല്ലും, അവരെന്നെയും കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഒരു മാനസിക നില തെറ്റിയ അവസ്ഥയിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ അനിയൻകുട്ടനെ കാണും. അനിയൻകുട്ടാ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലും. കൊല്ലും കൊല്ലും അവര്. അപ്പൊ ജോസഫ് അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ജോസഫാടാ ഇത്, കൊല്ലും, അവർ കൊല്ലും എന്ന് പറഞ്ഞ് മാനസിക നില തെറ്റിയിരിക്കട്ടോ അനിയൻകുട്ടന്റെ. ജോണിച്ചാ എന്ന് വിളിക്കുമ്പോൾ വാസവന്റെ അടുത്തുനിന്ന് ജോണി അങ്ങോട്ട് ചെല്ലാണ്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രമും ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. വിക്രമിന്റെ മുറി ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് വേദ. അപ്പൊ വിക്രം ഇങ്ങനെ ഒരു കള്ള നോട്ടം നോക്കുമ്പോൾ വേദയ്ക്ക് അത് മനസ്സിലാവും. എന്താ ഒരു കള്ള നോട്ടം? വിക്രം പറയും, ഇങ്ങനെ ഒളിച്ചിവിടെ താമസിക്കുമ്പോൾ കള്ളനോട്ടം കാണാതിരിക്കോ? വിക്രം പറയും, ഇപ്പൊ ആരെങ്കിലും കയറി വന്നേ കള്ളനെ കൈയോടെ പിടിച്ചാ എന്താകും? അപ്പൊ വിക്രം പറയും, ഞാൻ എൻ്റെ പെണ്ണിനെ ഇതാ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയും, വേണമെങ്കിൽ ഫോട്ടോ എടുത്തോളാൻ. അപ്പൊ വേദ പറയും, എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഒരു ഫോട്ടോ അങ്ങ് എടുത്തേക്കാം, ഒരു കള്ളന്റെ ഓർമ്മകൾ എന്തെങ്കിലും എഴുതേണ്ടി വരുമ്പോ ഒരു ഓർമ്മയാക്കാലോ എന്ന് പറഞ്ഞിട്ട് കുറെ ഫോട്ടോസ് എടുക്കും, സെൽഫി ഇട്ടോ. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ വേദ ഇങ്ങനെ നോക്കി ഇരിക്കൂട്ടോ ഫോട്ടോസ്. വിക്രം പറയും, ഇന്നത്തോടുകൂടെ കാര്യങ്ങൾക്കൊരു തീരുമാനമാവും. വാസവൻ ഇന്ന് പുളിക്കലിനെ കാണും. അതോടെ വരുണിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാവും. അതോടെ നമുക്ക് ഒളിച്ചു താമസം അങ്ങ് മതിയാക്കിയാലോ? അപ്പൊ വേദയുടെ മുഖം മാറൂട്ടോ. ഇവിടുന്ന് തനിച്ച് പോവാന്ന് കേൾക്കുമ്പോ, ഇവിടുന്ന് പോവാതെ പറ്റുമോ?
അപ്പോൾ വേദ പറയും ഇവിടെ കൂടിക്കൂടെ. അപ്പോൾ വിക്രം വേദയെ നോക്കി ചിരിക്കുക. നമുക്ക് ഇങ്ങനെ കഴിയാം. അപ്പോൾ വിക്രം ചിരിച്ചിട്ട് പറയും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ നമുക്ക്? മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അന്തസ്സോടെയും ജീവിക്കണ്ടേ? നീ പറഞ്ഞ പോലെ കേസും കോടതിയൊന്നും ഇല്ലാതെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടയ്ക്കൊക്കെ പിണങ്ങിയും വഴക്കിട്ടൊക്കെ കഴിയണ്ടേ? വേദയും പറയും അതെ, ഇടയ്ക്കൊക്കെ പിണങ്ങിയും വിക്രമിനെ കളിയാക്കി ചിരിച്ചൊക്കെ. ശേഷം വിക്രം വേദയുടെ കഴുത്തിലൂടെ കൈയിട്ട് മുറുക്കി പിടിച്ചിട്ട് പറയും ഇന്ന് പുറം വാതിലിലൂടെ ആരും കാണാതെ ഞാൻ പോയാ നാളെ ഞാൻ മുൻവാതിലിലൂടെ വരും. അപ്പൊ വേദയ്ക്കും എന്നിട്ട് നിന്റെ അച്ഛനോട് കാര്യം പറയും. വേദയ്ക്കും എന്ത്? നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയും. എന്ത് കാര്യം? അപ്പൊ വിക്രം പറയും എടോ ശങ്കരനാരായണ, തന്റെ മകനും പോലീസുകാരും ചെയ്യാത്ത കുറ്റത്തിന് എന്നെ പിടിച്ച് അകത്താക്കാൻ നടക്കുമ്പോ ഞാനിതാ തന്റെ മകളുടെ മുറിയില് ഉണ്ടുറങ്ങി കഴിയായിരുന്നോന്ന്. ഇനി ഞാൻ ഇവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണേ, തടയാൻ പറ്റുമെങ്കിൽ തന്റെ മോനോട് തടയാൻ പറ. വേദയ്ക്കും തടഞ്ഞ? അപ്പൊ വിക്രം കൈ ചുരുട്ടിയിട്ട് പറയും ഇടിച്ച് നിന്റെ പരിപ്പിളക്കും ഞാൻ. അപ്പൊ വേദ ചുണ്ടിൽ കൈവച്ചിട്ട് പറയും അയ്യോ. ശേഷം വിക്രം പറയും ഒരു പണി ഞാൻ വെച്ചിട്ടുണ്ട് അവന്. എനിക്കെതിരെ ഇങ്ങനെ ചെയ്താനല്ല, എന്റെ അച്ഛനോട് അങ്ങനെ കാണിച്ചതിന്. അത് തീർക്കാതെ പറ്റില്ല. അപ്പൊ വേദ പറയും ആയിക്കോളൂ, പക്ഷെ അത് പഴയതുപോലെ നേരിട്ട് വേണ്ട, എല്ലാം കൂടെ ചേർത്ത് നിയമത്തിന്റെ വഴിയെ മതി. ഇനിയിപ്പോ കയറി നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ശ്രീകാന്ത് ശങ്കരനാരായണൻ ഇറങ്ങിയിരിക്കും, ആ സ്ഥാനത്തെ വിക്രം സുധാകരൻ കയറിയിരിക്കും. അതാണ് നമ്മുടെ പ്രതികാരം, അത് മതി. ശേഷം ഇവർ പെട്ടെന്ന് റൊമാൻസിലേക്കായി പോവേ. കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ കിസ് ചെയ്യാനായി തുടങ്ങുമ്പോൾ ഫോൺ അങ്ങ് ബെല്ലടിക്കും. വേദ നോക്കിയിട്ട് പറയും ജോസഫ് ആണല്ലോ. ആ കൊണ്ടാ എന്ന് പറഞ്ഞ വിക്രം കോളെടുത്ത് ഹലോ പറയടാ. എന്നാ ജോസഫ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വിക്രം ഞെട്ടിപ്പോകും. എപ്പോ? വേദ ഒന്നുകൂടെ പേടിക്കും. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേദയ്ക്കും എന്താ ജോസഫ് പറഞ്ഞത്? വിക്രം പറയും പുളിക്കലിന് ആരോ കൊന്നോന്നേ. ഇത് കേട്ട് വേദയും ഞെട്ടിപ്പോവും. ആര്? വിക്രം പറയും അതറിയില്ല, വാസവനായിട്ട് അവരങ്ങോട്ട് ചെന്നപ്പോ പുളിക്കൽ അവിടെ മരിച്ചു കിടന്നുന്നാ ജോസഫ് പറഞ്ഞത്. വേദയും ആകെ സങ്കടത്തിലായി പോവാണേ, പേടിച്ചു നിൽക്കാട്ടോ അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ ആ കുന്നിൻ്റെ മുകളിൽ പുളിക്കലിൻ്റെ ബോഡി അവിടുന്ന് മാറ്റുകയാണ്. ആ ശേഷം അവിടെ MLA ഉണ്ട് കേട്ടോ. അയാൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാറി നിൽക്കുമ്പോൾ അങ്ങോട്ട് ജോസഫ് വരിക. നിങ്ങൾ ഇവിടെ വന്ന ദിവസം തന്നെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ അറിഞ്ഞിട്ടുണ്ടെന്നല്ലേ? ആരായിരുന്നു അത്? അപ്പോൾ ആ ജോൺസൺ പറയും ഇന്നലെ ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു അല്ലേ സാറേ? നമ്മൾ ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം പുളിക്കൽ ആരൊക്കെയോ വിളിച്ചിട്ടുണ്ട് സാറേ, അത് ഉറപ്പാ. ജോസഫ് പറയും അവന്റെ ഫോൺ ഞാൻ അന്വേഷിച്ചു, പക്ഷെ കിട്ടിയില്ല. വന്നു പോയവരെ തെളിവിന് വേണ്ടി അതിട്ട് വെക്കുന്നു കരുതിയോ? ജോസഫ് പറയും ഇന്നലെ അത്രയൊന്നും കഴിച്ചില്ല, പക്ഷെ വീണുപോയി. സാറിന്റെ കോള് വന്നപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. അപ്പൊ വാസുവൻ ചോദിക്കും അനിയൻകുട്ടൻ എവിടെയുണ്ട്? കൈയൊക്കെ കൂട്ടിക്കെട്ടി കാറിൽ ഇരിപ്പുണ്ട്. അവനാകെ പാനിക്കാണ്, പരസ്പര ബന്ധം ഇല്ലാണ്ട് എന്തൊക്കെയോ പറയാം. അവൻ ആ കൊലപാതകയെ നേരിട്ട് കണ്ടു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ജോസഫും പറയും അതെ, അതുകൊണ്ടാണ് അവർ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസവൻ പറയും അവനെ പോലീസിന് വിട്ടുകൊടുക്കരുത്, സൂക്ഷിക്കണം. ആദ്യം ഒരു ഡോക്ടറെ കാണിക്കണം. ആരാണ് ഇതിന് പിന്നിലെ കണ്ണിയെന്ന് മനസ്സിലാക്കാൻ ഒരു കണിക ഇപ്പൊ ബാക്കിയുണ്ടല്ലോ. നമുക്ക് പുറപ്പെടാം. ഇനി ശ്രീനിവാസിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണും എന്ന് പറഞ്ഞവര് പോകുമ്പോ ആ ജോൺസന് ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ശ്രീകാന്തിനെ എങ്ങനെ അറിയിക്കാന്നായിരിക്കണം. കാറിലെ അടുത്ത് ചെല്ലുമ്പോ അനിയൻകുട്ടന്റെ കൈയൊക്കെ കെട്ടിയിട്ട് അവർ കൊല്ലും എന്നിങ്ങനെ പറയുന്ന ദയനീയമായ അനിയൻകുട്ടനെ കാണണേ. അങ്ങനെ അവരെ അനിയൻകുട്ടനെ കൂട്ടി അവിടുന്ന് പോവാണ്. അതിനുശേഷം വാസവനും ശ്രീനിവാസനും തമ്മില് സംസാരിക്കുക കേട്ടോ. കുറെ കാലം കൂടെ നിന്നതല്ലേ, ഹോസ്പിറ്റൽ വരെ പോയി. കൂടെ നിന്ന് ചതിക്കായിരുന്നു എന്ന് വീട്ടുകാർക്ക് അറിയില്ലല്ലോ. അവരെ സംബന്ധിച്ച് ഞാനാണല്ലോ അവന്റെ കൂടെ. സാറിന്റെ കൂടെ നിന്നതിന് ഇങ്ങനൊരു ഗതി വന്നല്ലോ എന്നാണ് അവന്റെ ഭാര്യ പറയണത്. ഒറ്റുകാരനാണെങ്കിലും ആ നിലവിളി കേട്ടപ്പോ ഒന്ന് വിഷമിച്ചു പോയി. കൂടെ നിന്ന് ഒറ്റിയതിനെ ശ്രീനിവാസൻ തന്നെ കൊടുത്ത ശിക്ഷയാണെന്ന് അവർക്കാർക്കും സംശയം തോന്നിയില്ലല്ലോ എന്നതിലായിരിക്കും സങ്കടം. ഒപ്പം നിന്ന് കുതുകാൽ വെട്ടുന്നവനോട് ആർക്കായാലും പകയുണ്ടാകും, സ്വാഭാവികം. ശ്രീനിവാസൻ പറയും അങ്ങനെ ഞാനാണ് അത് ചെയ്തതെങ്കിൽ അത് മുന്നോട്ട് വന്നു നിന്ന് പറയാനുള്ള ചങ്കുറ്റം ഈ ശ്രീനിവാസനുണ്ട് വാസവ. അത്തരം കാര്യങ്ങൾ ഭയപ്പെട്ട് ഒളിച്ചു വെക്കുന്ന ശീലം ഈ ശ്രീനിവാസനില്ല. ജീവൻ എടുക്കുന്ന കൈക്രിയ വളരെ അപൂർവമായിട്ടേ ഈ ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളൂ, അതും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത്. വാസവൻ ചോദിക്കും അപ്പൊ പുളിക്കലിന്റെ മരണത്തിൽ തനിക്കൊരു പങ്കുമില്ലെന്ന് ഉറപ്പല്ലേ? ശ്രീനിവാസൻ പറയും എതിർചേരിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ അതിന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല. വാസവൻ പറയും എതിർ സ്ഥാനാർത്ഥിയോടുള്ള ബഹുമാനത്തോടെ തന്നെ ചോദിച്ചതാണെന്ന് കരുതിക്കോളൂ. ശ്രീനിവാസൻ പറയും എനിക്കിതിൽ പങ്കില്ല എന്ന് തന്നെയാ. ശ്രീനിവാസൻ പറയും വാസവ, താൻ പുളിക്കലിന്റെ പിറകിലായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. താൻ പുളിക്കലിനെ കണ്ടെത്തണമെന്നും സത്യം അറിയണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ആൾക്കാർ പറയുന്ന പോലെ വരുണിന്റെ മരണത്തിന് പിന്നിൽ വിക്രം അല്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. വാസവൻ പറയും പുളിക്കലിന്റെ മരണത്തോടെ ശരിക്കും അത് ഉറപ്പായി ശ്രീനി. ആദ്യം ഞാൻ കരുതിയത് തന്നെ ചതിച്ചതിന് വിക്രം പുളിക്കലിനെ
തീർത്തതെന്ന് വിചാരിച്ചത്. ശ്രീനിവാസൻ പറയും ഒരിക്കലും വിക്രം അത് ചെയ്യില്ല. ഒരു കാലത്തും വിക്രം ഒരാളുടെയും ജീവൻ എടുക്കാൻ തുനിഞ്ഞിട്ടില്ല, അതാരായാലും. അപ്പൊ വാസവൻ പറയും ആ അവനല്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവന്റെ കൂട്ടുകാരനായ അനിയൻകുട്ടൻ തന്നെയാണ് അതിന് സാക്ഷിയായിട്ടുള്ളത്. ആ കാഴ്ച അവന്റെ മാനസിക നില തെറ്റിച്ചിട്ടുണ്ട്. അവര് കൊല്ലും എന്ന് മാത്രമാ അവൻ ഉരുവിടുന്നത്. അവൻ കണ്ട അവര് ആരായിരിക്കും? അപ്പൊ ശ്രീനിവാസൻ പറയും അതെ, ആ അവരെയാണ് നമ്മളും കണ്ടുപിടിക്കേണ്ടത്. തന്റെ മകന്റെ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് പുളിക്കൽ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പുളിക്കനെ കൊന്നത്. അനിയൻകുട്ടൻ പറയുന്ന അവർ ആരാണെങ്കിലും അതാണ്, അവര് തന്നെയാണ് അതിന് പിന്നിൽ, അവര് തന്നെ അവരുടെ മരണത്തിന് പിന്നിൽ. വാസവൻ പറയും എങ്കിൽ അവരെ ഞാൻ കണ്ടെത്തിയിരിക്കും, ഉറപ്പ് എന്ന് പറയുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീക്കിലെ പ്രൊമോയില് കാണിക്കുന്നത് വിക്രമും ഫേദയും തമ്മിലുള്ള റൊമാൻസും അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകളും അവിടുത്തെ റൊമാൻസ് ഒക്കെ ആട്ടോ. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്